ഓഫീസിലേക്ക് പോവാൻ റെഡി ആവുകയായിരുന്നു ജെയ്ക്ക്. അപ്പോഴാണ് അവിടേക്ക് ജെയ്മി കടന്നു വന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ ജെയ്മി, എന്തു പറ്റി? ചേച്ചിയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ. ജിമ്മിച്ചൻ ചേച്ചിയെ ജിമ്മിച്ചൻ എന്താ ചെയ്തേ? ജെയ്മി അവൾ കണ്ട കാര്യങ്ങളെല്ലാം ജെയ്ക്കിനോട് പറഞ്ഞു. മൈ ഗോഡ്, ഇതെന്താ ജിമ്മിച്ച് ഇങ്ങനൊക്കെ പെരുമാറുന്നേ? ഇന്ന് എന്നോട് സംസാരിച്ചപ്പോഴും എനിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് തോന്നി. നമുക്കിത് വെറുതെ വിട്ടാ പറ്റില്ല ജേക്ക്, അന്വേഷിക്കണം. ഞാനും അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നു ജെമി. നമുക്കറിയാത്ത എന്തോ ഒന്ന് ജിമ്മിച്ചിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ത് വില കൊടുത്തു കണ്ടെത്തിയിരിക്കും. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? അന്വേഷിച്ചോ? അന്വേഷിച്ചു സാർ. ദേ ഇതാണ് അവന്റെ ഡീറ്റെയിൽസ്. ഐ ന്യൂ ഇറ്റ്. ഇവൻ പക വീട്ടാൻ തന്നെ ഇറങ്ങി തിരിച്ചതാണല്ലേ. എങ്കിൽ എനിക്കറിയണം ഇവൻ എവിടെ വരെ പോകുമെന്ന്. ജിമ്മിനെ അവന് ശരിക്കും അറിയില്ല. സാർ, ഇനി എന്താ ചെയ്യണ്ടേ? അവന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കണം. ഒരു കാരണവശാലും അവന് സംശയം തോന്നരുത്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. ഉറപ്പായും സാർ. കുളി കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയായിരുന്നു തേയ. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ. ഹലോ തേയ, ഇത് ഞാനാ, മിഥുൻ. ആ മിഥുൻ, പറയ്. ഇന്നലെ നടന്ന കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? സത്യം പറഞ്ഞ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിന്നെ ജിമ്മിച്ചായൻ എന്താ ചെയ്തേ? നിന്റെ കൂടെ ഇരുന്നതിനും സംസാരിച്ചതിനും നിന്റെ ഭർത്താവ് എന്നെ അടിച്ച് ഇഞ്ച് പരിവാക്കി. ഞാനിപ്പോ ഹോസ്പിറ്റലിലാ. നീ എന്തേ പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ നിന്റെ വീട്ടുകാരോട് ചോദിക്ക്. അവര് കണ്ടതാ നടന്നതൊക്കെ. നീ കല്യാണം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു എന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇത്രയും ടോക്സിക്കായ ഒരാളാണ് നിന്റെ ഭർത്താവെന്ന് ഞാൻ കരുതിയില്ല. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. അങ്ങയുടെ ആദ്യ ഭാര്യ ചുമ്മാതൊന്നും വിട്ടുപോയതായിരിക്കില്ല. തക്കതായ കാരണങ്ങൾ കാണും. ഇനിയും നീ അയാളെ വിശ്വസിച്ച് ജീവിച്ച ഒരുപക്ഷെ നിന്റെ ജീവന് തന്നെ ആപത്തായിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മിഥുൻ പറഞ്ഞ കാര്യങ്ങൾ തേയുടെ ചെവികളിൽ മുഴങ്ങിക്കേട്ടു. താൻ കാണുന്ന ജിമ്മിനല്ലാതെ മറ്റൊരു മുഖമുള്ള ജിമ്മിനെ അവൾക്ക് സങ്കല്പിക്കാൻ പ്രയാസമായിരുന്നു. എന്നാൽ അവൾ അത് അനുഭവിച്ചറിഞ്ഞതാണ്. അതിനിങ്ങനെ പേടിച്ചെന്നാൽ സാധ്യമല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തേയുടെ ദേഹത്തെ മുറിവുകളെല്ലാം ഉണങ്ങി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ മുറിയുടെ പുറത്തിറങ്ങി. കഴിഞ്ഞ ഒരാഴ്ച അവൾ ജിമ്മിനെ മുറിയിലേക്ക് കണ്ടില്ല. തിരക്കിയപ്പോൾ അവൻ ഗസ്റ്റ് റൂമിൽ കിടക്കുകയായിരുന്നു എന്നാണ് അറിഞ്ഞത്. തേയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അവൻ മുറി മാറിക്കിടന്ന് എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. എന്നാൽ തന്നെ ഇനിയും എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന ഭയം അവൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണെന്ന് തേയ്ക്ക് മനസ്സിലായി. തേയ നേരെ ചെന്നത് റീനയുടെ അടുത്താണ്. റീന അപ്പോൾ കിച്ചണിൽ ജോലി ചെയ്യുകയായിരുന്നു. മമ്മി. ആ മോളെ, നീ പുറത്തിറങ്ങിയോ? എങ്ങനെയുണ്ട് നിനക്ക്? ഞാൻ ഓക്കെയാണ് മമ്മി. എനിക്ക് മമ്മിയോട് ചിലത് സംസാരിക്കാനുണ്ട്. മമ്മി ബിസിയാണോ? അതിനെന്താ മോളെ, ഞാൻ ബിസിയൊന്നുമല്ല, നീ വാ. റീന തേയുമായി നേരെ ഗാർഡൻ ഏരിയയിലേക്ക് പോയി. മമ്മി, ഞാൻ ഇന്നേ വരെ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ചോദിക്കാൻ പോവാ. മമ്മി എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ കാര്യം എന്താന്ന് വെച്ചാ ചോദിക്കും മോളെ. മമ്മി, ജിമ്മിച്ചായന് എന്തെങ്കിലും മെന്റൽ ഇഷ്യൂസ് ഉണ്ടോ? നീ എന്തീ ചോദിക്കുന്നേന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? റീന ദേഷ്യത്തിൽ ചാടി എഴുന്നേറ്റ് തേയെ നോക്കി ചോദിച്ചു. റീനയുടെ ഭാവമാറ്റത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് തേയ്ക്ക് മനസ്സിലായി. മമ്മി എന്നോട് ദേഷ്യപ്പെടാൻ മാത്രമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ.
പിന്നെ നീ എന്റെ മോൻ ഒരു ഭ്രാന്തനാണെന്നല്ലേ ചോദിച്ചേ? ഇല്ല, എന്റെ മോന് ഭ്രാന്തില്ല. അവൻ ഭ്രാന്തനല്ല, വെറുതെ പറയുന്നതാ. എല്ലാവരും കൂടെ എന്റെ മോനെ ഭ്രാന്തനാക്കുന്നതാ. എന്റെ മോന് ഭ്രാന്തില്ല. റീനയുടെ മട്ടും ഭാവവും മാറുന്നത് കണ്ട് തേയ്ക്ക് ഭയമായി. അവൾ റീനയെ ശക്തമായി കുലുക്കി വിളിച്ചു. മമ്മി, എന്താ ഇത്? എന്താ മമ്മിക്ക് പറ്റിയേ? എന്റെ മോൻ ജിമിൻ, അവനൊരു പാവമാറ്റേയ. മമ്മി പ്ലീസ് കരയാതെ. എന്നോട് എന്താണെന്നുള്ളത് സമാധാനത്തോടെ പറയ്. എന്തായാലും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ജിമിൻ, അവന് പണ്ട് മുതലേ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവന് സ്വന്തമായത്, അവന് ഇഷ്ടമായത് ഒന്നും വിട്ടുകൊടുക്കുന്ന സ്വഭാവം അവനില്ല. അവൻ്റേതെന്ന് അവൻ കരുതുന്നതൊന്നും അവനെ വിട്ടിട്ട് പോകുന്നത് അവന് സഹിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച എന്ത് വില കൊടുത്തും അവൻ അത് നേടിയെടുക്കാൻ ശ്രമിക്കും. അവന് അത്രമേ പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ട, അതിന് കാരണമായതിനെ അവൻ നശിപ്പിച്ചു കളയും. തേയ റീന പറയുന്നത് കേട്ടിരുന്നു. അയറിനുമായി അവൻ പ്രണയത്തിലായതിനു ശേഷം അവളെന്ന് വെച്ച അവന് ഭ്രാന്തായിരുന്നു. എന്നാൽ അവൾ അവനെ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മോൻ തകർന്നു പോയി. ജെറി ജനിക്കുന്നത് വരെ അവനെ ഞാൻ വീട്ടിൽ കണ്ടിട്ടില്ല. എവിടെയാണെന്ന് പറയാതെ ഒരു പോക്ക് പോവും, തോന്നുമ്പോ കേറി വരും. ജെറി ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് ദിവസമായി കാണും. ഒരു രാത്രി മഴയത്ത് കോളിംഗ് ബെൽ മുഴങ്ങിയത് കേട്ട് ഞാൻ ഇറങ്ങിച്ചെന്നു. അന്ന് ഞാൻ ഇച്ചായനും കുഞ്ഞും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഡോറ് തുറന്ന് ഞാൻ കണ്ടത് ചോര കുളിച്ചു നിൽക്കുന്ന ജിമിനെയാ. എന്താന്ന് പറ്റിയത് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. പേടിയായിരുന്നു എനിക്ക്. അവൻ വീട്ടിൽ കയറി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒരു വല്ലാത്ത ചിരിയായിരുന്നു അവന്റെ മുഖത്ത്. എന്നെ കണ്ടിട്ട് അവൻ വന്ന് പറഞ്ഞു, എന്റെ സ്വന്തമായതൊന്നും ഞാൻ ആർക്കും അനുഭവിക്കാൻ കൊടുക്കില്ല. അത് നഷ്ടപ്പെടുത്താൻ നോക്കിയതിന് വെറുതെ വിടില്ല എന്നൊക്കെ അലറി വിളിച്ച് അട്ടഹസിച്ച് വീട്ടിലെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്റെ കുഞ്ഞ്. മൈക്കിളിച്ചായൻ ശബ്ദം കേട്ട് ഓടി വന്നു. കുറച്ച് ഗാർഡ്സിനെ വിളിച്ച് അവനെ കെട്ടിയിട്ടു. പിന്നൊരു 3-4 ദിവസം അവൻ ഒരു മുറിക്കകത്തായിരുന്നു, അലർച്ചയും ബഹളവും. ഒരു ദിവസം കുഞ്ഞിന്റെ കരച്ച് കേട്ട അവൻ പുറത്തു വന്നേ. കുഞ്ഞിനെ അടുത്ത് നെഞ്ചു പൊട്ടി അവൻ കരഞ്ഞു. അതിനുശേഷം ഇന്ന് വരെ അവന് പേടിക്കുന്നതായ ഒരു പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്കറിയാം മോളോട് അവൻ എന്തോ ചെയ്തെന്ന്. റീന പറയുന്നത് കേട്ട് തേയ കരഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. ഞാനിത് മോളോട് ഇതിനെപ്പറ്റി നേരത്തെ പറയണായിരുന്നു. എന്റെ തെറ്റാ. പക്ഷെ നിന്നോട് ഒരു കാര്യം പറയാം. അന്ന് അവനെ ആ അവസ്ഥയിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് ജെറിയാണെങ്കിൽ ഇന്നത് സാധിക്കുന്നത് നിനക്കാണ് മോളെ. കാരണം ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും അവൻ സ്നേഹിക്കുന്നത് നിന്നെയാ. ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്നതിന്റെ പരമാവധി ശ്രമിക്കാം മമ്മി. ഇച്ചായന് ഒന്നും വരാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മോന് കിട്ടിയ ഭാഗ്യാണ് നീ. ഇച്ചായന്റെ കൂടെ ഇനി ഞാനുണ്ടാവും. കഴിഞ്ഞ ഒരാഴ്ചയായി ജെയ്ക്ക് ജിമിന്റെ ഈ സ്വഭാവമാറ്റത്തിനു പിന്നിൽ എന്തായിരിക്കുമെന്ന് അന്വേഷിക്കുകയായിരുന്നു.
തുടക്കം മുതൽ അവന് ലഭിച്ചിരുന്ന തെളിവുകൾ അനുസരിച്ച് താൻ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ജിമിനെന്ന് അവന് മനസ്സിലായി. എന്താടാ, എന്താ നീ ഇങ്ങനെ കിതക്കുന്നേ? നന്നായിരിക്കുന്നു അച്ചായ. നിങ്ങളുടെ അഭിനയത്തിന് ഓസ്കാർ ലഭിക്കണം. നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. MJ ഗ്രൂപ്പ്സിന്റെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും എന്നാ ഞാൻ കരുതിയിരുന്നത്. എന്നാ എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്ന് തരിപ്പണായി. ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ജേക്ക്, നീ അനാവശ്യ കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. നിന്നെ ഏൽപ്പിച്ച ജോലികൾ മാത്രം ചെയ്താൽ മതി. പറ്റില്ല. നിങ്ങൾ ഈ കമ്പനി വളർത്തിയെടുക്കാൻ എന്ത് നെറുകേടും ചെയ്യുമെന്നായോ? ഈ സത്യം അങ്കിളിനോ ഡാഡിക്ക് അറിയോ? ജേക്ക്, നീ വെറുതെ ബഹളം വെച്ച് നിന്റെ എനർജി കളയണ്ട. നീ വരുന്നതിന് മുൻപ് ഈ കമ്പനി നന്നായി തന്നെയാ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിന് ഇനി ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. കണ്ട മാഫിയാസും റോയൽസും പൊളിറ്റീഷ്യൻസും എങ്ങനെ നമ്മുടെ കമ്പനിയുടെ വരുമെന്ന് ഞാൻ അന്ന് ഒരുപാട് ആലോചിച്ചു. പക്ഷേ ഇന്ന് എനിക്ക് അതിന്റെ ഉത്തരം കിട്ടി. പറ, അച്ചായനിതില് എന്തുമാത്രം പങ്കുണ്ട്? നിന്നോട് സംസാരിച്ച് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് ഞാൻ അറിയിക്കാം. തൽക്കാലം നീ പോ. ഇല്ല, ഞാൻ പോയില്ല. ഈ ലോകത്തിലെ പ്രമുഖരായ പലർക്കും ഈ കമ്പനിയെ ബന്ധമുണ്ട്. ആരും ഈ കമ്പനിക്കെതിരെ നിൽക്കില്ല. അത്രയ്ക്കും ഭയപ്പെടാൻ മാത്രം ജിമ്മിച്ചൻ ആരാ? എന്താ ജിമ്മിച്ചനെ എല്ലാവരും ഇത്രമാത്രം പേടിക്കുന്നേ? ജൂൺ കുറച്ചു നേരം ജേക്കിനെ നോക്കി നിന്നു. പിന്നെ ഒരു ദീർഘനിശ്വാസം എടുത്തു. ജിമിൻ അവന്റെ 25-ാമത്തെ വയസ്സിലാ പഠിത്തം കഴിഞ്ഞ് കമ്പനി കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങുന്നത്. മൈക്കിൾ അങ്കിളിന് അവന്റെ ആൾക്കാരോടുള്ള സംസാരം, പെരുമാറ്റ രീതി ഇതെല്ലാം ഭയങ്കര ഇഷ്ടായിരുന്നു. പതിയെ പതിയെ അങ്കിൾ ഈ കമ്പനി നോക്കി നടത്തുന്നതിലും ഗംഭീരമായി ജിമിൻ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ ആളുകളെ വശത്താക്കാൻ തുടങ്ങിയതിന് പിന്നിൽ ഒരു നിഗൂഢ സത്യമുണ്ട്. എന്താ അത്? ഹി നോസ് എവ്രിവൺ സീക്രട്ട്. ഒരു ക്ലയന്റുമായി അവൻ ഡീൽ സംസാരിക്കാൻ പോകുമ്പോൾ അയാളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവൻ പഠിക്കും. പിന്നെ ഇത് ബിസിനസ് വേൾഡാ. ഇവിടെ പലർക്കും പല ഡാർക്ക് സീക്രട്സ് ഉണ്ട്. ആൻഡ് ഇവയെല്ലാം ഈ ലോകത്ത് അറിയാവുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് ദൈവം, മറ്റൊന്ന് ജിമിൻ. അധികം ആർക്കും അറിയാത്ത ഒരു മുഖമുണ്ട് ജിമിന്. അണ്ടർവേൾഡ് കിങ്സ് പോലും അവന്റെ കാൽ കീഴിൽ കിടക്കും. ഇടഞ്ഞ അവൻ ആരെയും വെറുതെ വിടില്ല. ബിസിനസ്സിൽ ജിമിനെതിരെ നിൽക്കാൻ ആരും തുനിഞ്ഞിട്ടില്ല. കാരണം എതിരെ നിന്ന പിന്നെ അവൻ മരിക്കുന്നതിന് തുല്യമാണെന്ന് അവർക്കറിയാം. അപ്പോ ജിമിച്ചൻ? സിയോളിലെ ഒരു പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്, മിസ്റ്റർ ലീ സിങ് മിൻ. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കുണ്ട്, ദ ഡാർക്ക് നൈറ്റ്. എല്ലാ ഭാഷയിലും മില്യൺസ് ഓഫ് കോപ്പീസ് വിറ്റുപോയ ബുക്ക്. അത് വായിക്കുന്നവർക്ക് അതൊരു പക്ക ഫാന്റസി മിസ്റ്ററി ത്രില്ലറാ. എങ്കിൽ വളരെ കുറച്ചു പേർക്ക് അത് റിയൽ സ്റ്റോറി ആണെന്ന് അറിയൂ. ഞാനും ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പോ ആ ബുക്കിൽ പറയുന്ന ആൾ സമൂഹത്തിനും കുടുംബത്തിനും ലോകത്തിനും മുൻപിൽ അവൻ ജിമിനാണെങ്കിൽ, ബിസിനസ് വേൾഡിലും അണ്ടർവേൾഡിലും ലോക പ്രശസ്തരുടെ മുമ്പിലും അവന് ഒരൊറ്റ പേരേയുള്ളൂ. അവരെല്ലാം ഭക്തിയോടെ വിളിക്കുന്ന പാർക്ക് ക്രിസ്ത്യൻ എന്ന ക്രിസ്റ്റി. ഞാൻ കണ്ടുപിടിച്ചതെല്ലാം ശരിയായിരുന്നു. അതെ, ബിസിനസിന്റെ മറവിൽ ഒരുപാട് കാര്യങ്ങൾ ജിമിൻ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും ആരെയും ദ്രോഹിക്കാനല്ല, മറിച്ച് അവന് ജയിക്കാനാ.
പിന്നെ നീ ചോദിച്ചല്ലോ അങ്കിളിനും ഡാഡിക്കും ഇതറിയോ എന്ന്. അറിയാം, അവർക്കെല്ലാം അറിയാം. ഇതെല്ലാം ഞാനും അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നത്. ഇപ്പോ നിനക്കും അറിയാം. പക്ഷേ ഇതൊന്നും ശരിയല്ലല്ലോ അച്ചായ. നിനക്കറിയാമോ, ജിമ്മിന്റെ ശരികളാണ് ഈ കമ്പനി, നമ്മുടെ ഈ ജീവിതം. എനിക്കൊരിക്കലും അവനെ എതിർക്കാൻ സാധിക്കില്ല. നീയും അതിന് ശ്രമിക്കാൻ നോക്കണ്ട. ഇത്രയും പറഞ്ഞ് ജൂൺ അവിടെ നിന്നും പോയി. ജേക്കിന് ഇതെല്ലാം കേട്ട് തരിച്ചു നിൽക്കാനേ സാധിച്ചുള്ളൂ. രാത്രിയിൽ ആഹാരം കഴിച്ച് ഉറങ്ങാൻ കിടക്കാൻ പോവുകയായിരുന്നു ജെറി. അപ്പോൾ തേയ അവിടേക്ക് ചെന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ജെറിയെ കണ്ടതും അവൻ ചാടി അവളുടെ അടുത്തേക്ക് ഓടി. മമ്മി മമ്മി മോനെ ഒരുപാട് മിസ് ചെയ്തു. മോനും മമ്മിയെ ഒരുപാട് മിസ് ചെയ്തു. മമ്മിയുടെ അസുഖമൊക്കെ മാറിയോ? മാറി. മോന് മമ്മി ഇല്ലാതെ വിഷമായില്ലേ? അത് കുഴപ്പമില്ല മമ്മി. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോ ബിഗ് ബോയ് ആയി. ആണോ? വെരി ഗുഡ്. മമ്മി, എന്റെ അനിയത്തി എന്നാ വരുന്നേ? അത് മോൻ നല്ലപോലെ പ്രാർത്ഥിക്കുക കേട്ടോ, അനിയത്തി വരാൻ. അതിനാ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ പപ്പ വരുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോ പപ്പ എന്താ മോനോട് പറയാറുള്ളത്? പപ്പ പറഞ്ഞു അത് മമ്മി എപ്പോഴാണ് ഓക്കെ ആയിട്ടുള്ളത് അപ്പ വരുന്ന്. പിന്നെ മമ്മിച്ച് വയ്യാതിരുന്നപ്പോ ഇടയ്ക്ക് പപ്പ എന്റെ കൂടെയാ ഉറങ്ങിയിരുന്നേ. മമ്മിച്ച് വയ്യാതിരിക്കുന്നത് പപ്പച്ച് നല്ല സങ്കടാണെന്ന് തോന്നുന്നു. പപ്പ എന്നെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. ആണോ? ഞാൻ ഉറങ്ങിക്കിടക്കുവാണെന്ന് കരുതി പപ്പ കരയും. പാവം പപ്പ. ശരി, മോൻ ഉറങ്ങിക്കോ, സമയം ഒരുപാടായില്ലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. ഉമ്മ ഉമ്മ. തേയ കുറച്ചു നേരം ജെറിയുടെ കൂടെ കിടന്നു. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബ്ലാങ്കറ്റ് മൂടി ലൈറ്റ് അണച്ച് അവൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങി വാതിലടച്ചു. അവൾ നേരെ കിച്ചണിലേക്ക് പോയി. അവിടെ ജെയ്മി നിൽപ്പുണ്ടായിരുന്നു. തേയ അവൾ അറിഞ്ഞ കാര്യങ്ങൾ ജെയ്മിയോട് പറഞ്ഞിരുന്നു. ചേച്ചി ഇന്ന് ചിലപ്പോ ജിമ്മച്ചൻ ചേച്ചിയുടെ അടുത്ത് വരുമായിരിക്കും. ചേച്ചിയുടെ മുറിവുകളെല്ലാം ഉണങ്ങി എന്ന് വെച്ച് ചേട്ടായി ഉപദ്രവിക്കാൻ വന്ന എതിർത്ത് നിന്നോണം. ഇച്ചായനിനി എന്നോട് അങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല ജെയ്മി. അതെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? ഞാനാണ് ഇച്ചായന്റെ എല്ലാം. അത് വിട്ടുപോകുമോ എന്ന ഭയാണ് അന്ന് ഇച്ചായനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. എന്നാ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ ആ തോന്നൽ ഇച്ചായന് വന്നാ പിന്നെ എന്നെ ഇച്ചായൻ ഒന്നും ചെയ്യില്ല. എല്ലാം ചേച്ചിയുടെ ഇഷ്ടം പോലെ. പക്ഷേ സൂക്ഷിക്കണം. നീ പേടിക്കേണ്ട ജെയ്മി. മറ്റാരേക്കാളും എനിക്ക് എന്റെ ജിമ്മിച്ചായനറിയാം. നീ സമാധാനായിട്ടിരിക്കേ. ജെയ്മിയോട് സംസാരിച്ചു കഴിഞ്ഞ് തേയ ഒരു ജഗ്ഗിൽ വെള്ളവുമായി റൂമിലേക്ക് പോയി. രാത്രി ജോലി കഴിഞ്ഞ് ജിമ്മിൻ വീട്ടിൽ വൈകിയാണ് എത്തിയത്. അവൻ നേരെ പോയത് ഗസ്റ്റ് റൂമിലേക്കാണ്. ഫ്രഷായി കഴിഞ്ഞ് അവൻ ജെറിയുടെ മുറിയിലേക്ക് പോയി. ജെറിയുടെ ഒപ്പം അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അപ്പാ, മോൻ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങിയതാ. പപ്പ വന്നപ്പോ എഴുന്നേറ്റ്. മോൻ ഉറങ്ങിക്കോ, പപ്പ എവിടെ കിടക്കുവാ. പപ്പ ഇന്ന് കരയാൻ പോവാണോ? കരയാനോ? അതെന്താ മോൻ അങ്ങനെ ചോദിച്ചേ? മമ്മിക്ക് അസുഖായോണ്ടല്ലേ പപ്പ കരഞ്ഞത്. പപ്പ ഇനി കരയണ്ട. മമ്മിയുടെ അസുഖം മാറി. മമ്മി ഇന്ന് എന്നെ കാണാൻ വന്നു. മമ്മി മോനെ കാണാൻ വന്നു? എന്നിട്ട് എന്താ പറഞ്ഞേ? മമ്മി എന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ? ഞാൻ മമ്മിയോട് ചോദിച്ചു എപ്പോഴാ അനിയത്തി വരുന്നേന്ന്. എന്നിട്ട് മമ്മി എന്തു പറഞ്ഞു? മമ്മി എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇന്നും പ്രാർത്ഥിച്ചു എനിക്കൊരു അനിയത്തിയെ തരാൻ. അപ്പൊ ദൈവം മോന്റെ പ്രാർത്ഥന കേട്ട് വേഗ അനിയത്തെ തരുമായിരിക്കും.
മോനെ ഉറങ്ങിക്കോ. ജിമിൻ ജെറിയെ കെട്ടിപ്പിടിച്ചു കിടന്നു. ഇടയ്ക്കെപ്പോഴോ അവനും ഉറങ്ങിപ്പോയി. എന്നാൽ എന്തോ ശബ്ദം കേട്ട് ജിമിൻ മയക്കത്തിൽ നിന്നും പതിയെ കണ്ണു തുറന്നു. അപ്പോൾ കണ്ടത് കതകടച്ച് അകത്തേക്ക് നടന്നു വരുന്ന തേയയായിരുന്നു. ജിമിൻ അവൻ കാണാതിരിക്കാൻ കണ്ണടച്ചു കിടന്നു. തേയ നടന്നു കട്ടിലിൻ്റെ അപ്പുറത്തായി ചെന്നിരുന്നു. അവൾ കുറച്ചു നേരം ജിമിനെയും ജെറിയെയും നോക്കിയിരുന്നു. എന്നിട്ട് ജെറിയെ കെട്ടിപ്പിടിച്ചു കിടന്നു. അവളുടെ നോട്ടം മുഴുവനും ജിമിനിലേക്കായിരുന്നു. ഇത്രയും സമയമായിട്ടും ജിമിൻ മുറിയിൽ വരാതിരുന്നപ്പോൾ അന്വേഷിച്ചു വന്നതാണവൾ. ജിമിന് അവളെ നേരിടാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ജെറിയെ കെട്ടിപ്പിടിച്ച ജിമിൻ്റെ കൈകളിലേക്ക് തേയ പതിയെ അവളുടെ കൈകൾ കൊണ്ടുവച്ചു. അവൻ്റെ കൈകളെ തലോടി. ദേഹത്തേക്ക് ഒരു തണുപ്പ് അരിച്ചു കയറുന്നതുപോലെ ജിമിന് തോന്നി. അവൻ്റെ ഹൃദയം ശക്തമായി ഇടിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും പുറത്തു കാണിക്കാതെ അവൻ ഉറക്കം നടിച്ചു കിടന്നു. ഇതെങ്ങനെ? ജെറി ഇവിടെ പോയി? ജിമിൻ പതിയെ തേയെ ഉണർത്താതെ എഴുന്നേൽക്കാൻ നോക്കി. അടങ്ങി കിടക്ക്, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ. ഷോ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ പാവത്തിനാണല്ലോ ദൈവമേ ഞാൻ. ജിമിൻ ഒന്നും പറയാതെ കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ പോയി. എവിടേക്കായി ഒളിച്ചും പാത്തും പോകുന്നേ? എന്നെ ഒന്ന് നോക്ക്, എന്നോടൊന്ന് സംസാരിക്ക് പ്ലീസ്. തേയ, നിനക്കറിയാലോ ഞാൻ നിന്നോട് ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. നിന്നോട് ക്ഷമ പറഞ്ഞാ പോലും നിന്റെ മനസ്സിലുണ്ടായ മുറിവുണക്കാൻ എനിക്ക് സാധിക്കില്ല. എന്നെ കൊണ്ട് സാധിക്കുന്നത് നിന്നിൽ നിന്നും എന്നെ അകറ്റി നിർത്തുക മാത്ര. അങ്ങനെയെങ്കിലും എനിക്ക് നിന്നെ സംരക്ഷിക്കണം. എന്നെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇച്ചായ എന്നെ സംരക്ഷിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? ഞാൻ ഇച്ചായന്റെ മാത്രാണെന്ന് ഇച്ചായൻ തന്നെയല്ലേ പറഞ്ഞേ? പിന്നിപ്പോ ഇങ്ങനെയൊക്കെ എന്തിനാ പറയുന്നേ? നിനക്ക് എന്നെ അറിയില്ല. ഞാൻ നീ കാണുന്ന പോലെ ഒരു വ്യക്തിയല്ല. ഇച്ചായ, കർത്താവിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ താലി ചാർത്തിയ അന്ന് മുതൽ, ഒരുപക്ഷെ അതിനു മുൻപേ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് മാത്രമായി സമർപ്പിച്ചതാ. എനിക്ക് ഇച്ചായന്റെ എല്ലാം പൂർണ്ണമായി സ്വീകരിക്കാൻ സാധിക്കും. ഇച്ചായന്റെ ഏതൊരവസ്ഥയിലും ഞാൻ കൂടെ ഉണ്ടാവും. എന്ത് വന്നാലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാ. കാരണം അത്രയ്ക്കിഷ്ട എനിക്ക് ഇച്ചായനെ. I love you, തേയ. I'm sorry. എന്നെ വേദനിപ്പിച്ചതിന്, നിന്നോട് അങ്ങനൊക്കെ പെരുമാറിയതിന്. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு. പാപ്പാ മമ്മി, നിങ്ങൾ തമ്മിലുള്ള പിണക്കം മാറിയോ? ചെറിയുടെ ശബ്ദം കേട്ട് അവർ അവനെ നോക്കി. അവർ പതിയെ മാറി നിന്നു. മോനെങ്ങനെ മനസ്സിലായി പപ്പയും മമ്മയും പിണക്കത്തിലാണെന്ന്? അതെ, മോനോട് ആരാ പറഞ്ഞേ?
എനിക്കാരും പറഞ്ഞു തന്നതല്ല, എനിക്ക് മനസ്സിലായതാ. അതുകൊണ്ടാ ഞാൻ നിങ്ങൾ ഉണർത്താതെ രാവിലെ എഴുന്നേറ്റ് അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും അടുത്ത് പോയി കിടന്നേ. എടാ ഭയങ്കര, നീ ആള് കൊള്ളാലോ. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ലല്ലോ. ദേ, അധികം സംസാരിക്കണ്ട. ഒരു കുത്ത് കിട്ടിയാലേ മോള് പിന്നെ നേരെ ഇരിക്കില്ല. അയ്യടാ, ദേ ഞാൻ പഴയതുപോലെ പേടിച്ചിരിക്കുമെന്ന് കരുതണ്ട. കാണാം. ആ, നീ എത്തിയോ? പിന്നെ എത്താതെ. നിനക്ക് എങ്ങനെയുണ്ട്? ഭേദമുണ്ട്. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ കുഴപ്പമില്ലായിരുന്നു. നീ വന്നതല്ലേ ഉള്ളൂ, പോയി ഫ്രഷ് ആവ്. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളെ നമ്മൾ ജിമ്മിനെ പൂട്ടും. നമുക്ക് അവരെ വിശ്വസിക്കാമോ? 100%. അവർക്കും ജിമ്മിനെ എങ്ങനെയെങ്കിലും ഒതുക്കണമെന്നേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോ മൂവ് ചെയ്യുന്നത്. ഗുഡ്. അപ്പോ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എന്റെ പക ആളിക്കത്താൻ പോവാണ്. MJ ഗ്രൂപ്പ്സിന്റെ നാശം എന്റെ കൈകൾ കൊണ്ടാണ് നടക്കുവാൻ പോകുന്നത്. ജിമിൻ, നീ എന്നോട് ചെയ്ത ഓരോ ദ്രോഹങ്ങൾക്കും എണ്ണി എണ്ണി നിന്നോട് ഞാൻ പകരം വീട്ടും.